ഈ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ പരമാവധി 5 വർഷം വരെ ലഭിക്കുന്ന വകുപ്പുകളാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ വാദിച്ചത്. എന്തായാലും ആ പ്രോസിക്യൂഷന്റെ വാദത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും. ചൊവ്വാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. തിങ്കളാഴ്ച വൈകിട്ട് വരെ, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയും പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കോടതി ഒരു കാര്യം ചോദിച്ചു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ചോദിച്ചത് 5 വർഷം മുൻപല്ലേ, ക്ഷമിക്കണം 2 വർഷം മുൻപല്ലേ ഈ ശസ്ത്രക്രിയ നടത്തിയത്, കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നായിരുന്നു കോടതി ചോദിച്ചതും. എന്തായാലും ഇപ്പോൾ ഈ മെഡിക്കൽ പരിശോധന, ഒരു കാര്യം കൂടി കോടതി പറഞ്ഞത്, ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് തന്നെ കോടതി പറഞ്ഞത് മെഡിക്കൽ പരിശോധന 24 മണിക്കൂർ കൂടുമ്പോൾ പോലീസ് കൂടി ആവശ്യം കൂടി അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂറുകൾ കൂടുമ്പോൾ മെഡിക്കൽ പരിശോധന നടത്തണം. 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകുകയും ചെയ്തു. 2 വർഷം മുൻപല്ലേ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കോടതി നൽകുകയും ചെയ്തു. 2 വർഷം മുൻപല്ലേ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കോടതി ചോദിച്ചത്. എന്തായാലും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇനി കോടതിയിൽ ഹാജരാക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിവരെ ആയിരിക്കും രഞ്ജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുക. അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയെന്ന് പറയുന്ന കാരവാൻ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന കാരവാൻ കൊച്ചിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് ഇതിന്റെ തെളിവെടുപ്പ് അടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കാരവാനിൽ എത്തിച്ച് രഞ്ജിത്തിന് തെളിവെടുപ്പ് നടത്തും. അതോടൊപ്പം തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം ഇതിനോടുകൂടി കടന്നിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് രഞ്ജിത്തിനെ വിട്ടു നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഈ കസ്റ്റഡിയെ അന്വേഷണത്തോട് പൂർണ്ണമായും രഞ്ജിത്ത് സഹകരിക്കും. അതിന് കസ്റ്റഡിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. പക്ഷേ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയുടെ ആവശ്യകത എന്താണെന്ന് വ്യക്തമാക്കണമെന്നുകൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും കോടതി ഇതിനെ തെളിവെടുപ്പെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം അടക്കം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വിടണമെന്ന ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. 3 ദിവസത്തേക്കായിരിക്കും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച 4 മണിവരെ കസ്റ്റഡിയിലുണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കണം. അന്നായിരിക്കും ജാമ്യാപേക്ഷയും പരിഗണിക്കുക. അഭിലാഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടതിക്ക് മുന്നിലാണ്. ഈ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 രഞ്ജിത്തിനെ